നമസ്കാരം. പ്രധാന വാർത്തകൾ. കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലക്കേസിലെ പ്രതി തൃശൂരിൽ നിന്ന് പിടിയിൽ. അസം സ്വദേശി അമിത് ഉറാങ്ങിനെ അന്വേഷണ സംഘം പിടികൂടിയത് മാള ആലത്തൂരിൽ നിന്നാണ്. പ്രതി പിടിയിലായത് മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ. കാശ്മീർ ഭീകരാക്രമണം, പാകിസ്ഥാനെതിരെ പ്രതിഷേധവുമായി BJP. പാലക്കാട്ട് പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ കോലവും പതാകയും കത്തിച്ചു. വാണിയംകുളം പഞ്ചായത്തിലെ അംഗൻവാടി വർക്കർ ഹെൽപ്പർ നിയമനത്തിൽ അഴിമതിയും സ്വജനപക്ഷപാതവും ആരോപിച്ച് BJP പ്രാദേശിക നേതൃത്വം. വിജിലൻസ് അന്വേഷണം വേണമെന്ന് ആവശ്യം. തോൽവികൾ നേരിടാനുള്ള കരുത്തും പുതുതലമുറയ്ക്ക് പകർന്നു നൽകണമെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ. പഠന കാലയളവിൽ വരുമാനം നേടുന്ന നിലയിലുള്ള സ്വയം പര്യാപ്തമായ തലമുറയെ വാർത്തെടുക്കാൻ സമൂഹത്തിന് കഴിയണം. പാലക്കാട് ജില്ലയിലെ വിവിധ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങൾ നാടിന് സമർപ്പിച്ചു. വന്യമൃഗങ്ങളുടെ സാന്നിധ്യം വലിയ നഗരങ്ങളിൽ വരെ എത്തിയത് ഗൗരവമായി കാണണമെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ ജില്ലാതല നിയന്ത്രണ സമിതി അവലോകന യോഗം പാലക്കാട്ട്. ജില്ലാ കളക്ടർ G. പ്രിയങ്ക കമ്മിറ്റിയുടെ 12 അജണ്ട യോഗത്തിൽ അവതരിപ്പിച്ചു. എല്ലാ പഞ്ചായത്തുകളിലും ജനജാഗ്രതാ സമിതികൾ കൂടുതൽ കാര്യക്ഷമമാക്കണമെന്ന് പ്രധാന നിർദ്ദേശം. വടക്കാഞ്ചേരി തെക്കുംകര മലാക്കയിൽ അനധികൃത മണ്ണ് ഖനനത്തിലേർപ്പെട്ട വാഹനങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. വടക്കാഞ്ചേരി പോലീസ് പിടിച്ചെടുത്തത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കുന്നിടിച്ച് മണ്ണ് കടത്തുകയായിരുന്ന 3 ടിപ്പർ ലോറികളും JCBയും. മാരകായുധങ്ങളുമായി യുവാവ് ഗുരുവായൂർ പോലീസിന്റെ പിടിയിൽ. MP K. രാധാകൃഷ്ണനെതിരെ സമൂഹമാധ്യമത്തിൽ ജാതി അധിക്ഷേപ പരാമർശം നടത്തിയ മായന്നൂർ സ്വദേശി റിമാൻഡിൽ. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി പാലക്കാട്ട് സംയുക്ത ട്രേഡ് യൂണിയൻ ജില്ലാ കൺവെൻഷൻ. പണിമുടക്ക് മെയ് 20-നാണ്. നിർമ്മാണ മേഖലയിലെ തൊഴിൽ സംരക്ഷിക്കണമെന്ന് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITU ഒറ്റപ്പാലം ഏരിയ കൺവെൻഷൻ. മദ്രസകൾ ധാർമ്മികതയുടെയും മൂല്യബോധത്തിന്റെയും പ്രഭവ കേന്ദ്രമാകണമെന്ന് സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ മാനേജ്മെന്റ് കോൺഫറൻസ്. കോൺഫറൻസ് സംഘടിപ്പിച്ചത് മദ്രസ പ്രസ്ഥാനവും മൂല്യബോധവും എന്ന വിഷയത്തിൽ. മദ്രസ പ്രവർത്തനങ്ങളിൽ 1/4 നൂറ്റാണ്ട് പിന്നിട്ടവർക്ക് കോൺഫറൻസിൽ ആദരം. വാർത്തകൾ വിശദമായി. കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലക്കേസിലെ പ്രതി തൃശൂരിൽ നിന്നും പിടിയിൽ. അസം സ്വദേശി അമിത് ഉറാങ്ങിനെയാണ് അന്വേഷണ സംഘം മാള ആലത്തൂരിൽ നിന്ന് പിടികൂടിയത്. മാളയിലെ കോഴിഫാമിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ഇയാൾ. ജാർഖണ്ഡ് സ്വദേശികളായ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കൊപ്പമായിരുന്നു പ്രതിയുണ്ടായിരുന്നത്. 10-ലധികം മൊബൈൽ ഫോണുകളും സിം കാർഡുകളും ഇയാളുടെ കൈവശമുണ്ടായിരുന്നു. മൊബൈൽ ഫോൺ മാറ്റി ഉപയോഗിക്കുകയായിരുന്നു ഇയാൾ. കൊല്ലപ്പെട്ട വിജയകുമാറിന്റെയും ഭാര്യ മീരയുടെയും മൊബൈൽ ഫോൺ ഇയാൾ അപഹരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരാളുടെ ഫോൺ സ്വിച്ച് ഓൺ ആയിരുന്നു. ഉപയോഗത്തിലുള്ള ഫോണിന്റെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. പുലർച്ചെ 1 മണിയോടെയാണ് പോലീസ് ഇയാളെ പിടികൂടുന്നത്. കോട്ടയം തിരുനക്കര ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ വിജയകുമാറിനെയും ഭാര്യ മീരയെയുമാണ് വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. രാവിലെ വീട്ടുജോലിക്കാരി എത്തിയപ്പോഴാണ് വിവരം പുറത്തറിയുന്നത്. ഇന്ദ്രപ്രസ്ഥ എന്ന ഓഡിറ്റോറിയത്തിന് പുറമെ മറ്റ് ചില ബിസിനസ് സ്ഥാപനങ്ങളും വിജയകുമാറിന്റെ പേരിലുണ്ട്. വീട്ടിൽ വിജയകുമാറും ഭാര്യയും മാത്രമായിരുന്നു താമസം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തോൽവി നേരിടാനുള്ള കരുത്തും തലമുറയ്ക്ക് പകർന്നു നൽകണമെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ. വട്ടേക്കാട് ഗവൺമെന്റ് UP സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. ജയിച്ചാൽ മാത്രമല്ല, തോറ്റാൽ അതിനെ നേരിടാനുള്ള കരുത്തും ഇന്നത്തെ തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ടത് ആവശ്യമാണെന്ന് സ്പീക്കർ MN ഷംസീർ ചൂണ്ടിക്കാട്ടി. പ്രശ്നങ്ങൾ നേരിടാനുള്ള മാനസിക ശക്തി യുവതലമുറയ്ക്ക് കുറവാണ്. എന്തെങ്കിലും പ്രശ്നം വന്നാൽ മാനസിക സംഘർഷത്തിലേക്ക് പോവുകയാണ് ഇന്നത്തെ തലമുറ. രക്ഷിതാക്കൾ ഒരിക്കലും നമ്മുടെ മക്കളെ മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യരുത്. മക്കൾക്ക് അനുയോജ്യമായ വിദ്യാഭ്യാസം ഓരോ രക്ഷിതാക്കളും നൽകണം. കുട്ടികളെ ആദ്യം പഠിപ്പിക്കേണ്ടത് നല്ല പൗരന്മാരായി വളരാനാണെന്നും സ്പീക്കർ പറഞ്ഞു. മാനേജ്മെന്റ് ഒരു തുക നൽകിയാൽ തത്തുല്യമായ തുക സർക്കാർ നൽകും. 50 ലക്ഷം രൂപയാണ് മാനേജ്മെന്റ് നൽകുന്നതെങ്കിൽ ഒപ്പം 50 ലക്ഷം രൂപ സർക്കാർ നൽകി 1 കോടിയുടെ കെട്ടിടം നിങ്ങൾ നൽകാം. 1 കോടിയാണ് മാനേജ്മെന്റ് നൽകുന്നതെങ്കിൽ 1 കോടി സർക്കാർ നൽകും. 2 കോടിയുടെ കെട്ടിടം നിങ്ങൾക്ക് നിർമ്മിക്കാം. അതാണ് ചലഞ്ച് ഫണ്ട്. അപ്പൊ ചില മാനേജർമാർ പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ 1 കോടിക്കുക, ഞങ്ങൾ എടുക്കാം. അത് നടക്കുന്നതല്ല. ചടങ്ങിൽ K. ബാബു MLA അധ്യക്ഷത വഹിച്ചു. K.
കെ രാധാകൃഷ്ണൻ MP മുഖ്യാതിഥിയായിരുന്നു. എലവഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ എൻഡോവ്മെന്റ് വിതരണം നിർവഹിച്ചു. ഗവൺമെന്റ് UP സ്കൂൾ വട്ടേക്കാട് പ്രധാനാധ്യാപിക A. അംബുജാക്ഷി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. കോങ്ങാട് MLA കെ ശാന്തകുമാരി, നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C. ലീലാമണി, ജില്ലാ പഞ്ചായത്ത് അംഗം V. രജനി, നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ A. രാജൻ, എലവഞ്ചേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C. ബിന്ദു, കൊല്ലങ്കോട് AEO D. സൗന്ദര്യ, BPC M. ഹരീശെന്തിൽ, SMC ചെയർമാൻ P. ബാലൻ, PTA പ്രസിഡന്റ് M. മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കാശ്മീരിലെ തീവ്രവാദി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ പാലക്കാട്ട് പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ കോലവും പാകിസ്ഥാൻ പതാകയും കത്തിച്ചു. പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം സുൽത്താൻപേട്ട സിഗ്നലിൽ സമാപിച്ചു. പ്രകടനം സമാപിച്ച പ്രതിഷേധ പ്രസംഗത്തിന് ശേഷമാണ് പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിന്റെ കോലവും പാകിസ്ഥാൻ പതാകയും BJP പ്രവർത്തകർ കത്തിച്ചത്. പ്രതിഷേധ പ്രകടനം BJP ജില്ലാ ജനറൽ സെക്രട്ടറി AK ഓമനക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് M. ശശികുമാർ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ RG മിലൻ, അശോക് പുത്തൂർ, മിനി കൃഷ്ണകുമാർ, PS മീനാക്ഷി, കവിതാ മേനോൻ, നവീൻ വടക്കന്തറ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഭാഗ്യം തുണച്ചു. കാശ്മീർ പഹൽഗാം ഭീകരാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസത്തിലാണ് പാഞ്ഞാൾ കിള്ളിമംഗലം സ്വദേശികളായ 12 പേർ. ഇപ്പോൾ തങ്ങൾ സുരക്ഷിതരാണെന്നും കെ രാധാകൃഷ്ണൻ MPയും UR പ്രദീപ് MLAയും തങ്ങളെ ബന്ധപ്പെട്ടിരുന്നു എന്നും ഓഡിയോ സന്ദേശത്തിൽ ഇവർ അറിയിച്ചു. കിള്ളിമംഗലം സ്വദേശിയായ മണികണ്ഠൻ, സതീഷ് നായർ, അജിത് കുമാർ എന്നിവരുടെ കുടുംബമടങ്ങുന്ന സംഘമാണ് കാശ്മീരിലേക്ക് ഏപ്രിൽ 21-ാം തീയതി തൃശ്ശൂരിൽ പ്രവർത്തിക്കുന്ന ടൂർ സംഘത്തോടൊപ്പം യാത്രയായത്. കാശ്മീരിലെ ശ്രീനഗറിൽ എത്തിയ സംഘം ഭീകരാക്രമണം നടക്കുന്ന ദിവസം പഹൽഗാം സന്ദർശിക്കാനിരിക്കുകയായിരുന്നു. അന്നേ ദിവസം സങ്കുൽ മർഗ് കേബിൾ കാറിന് ടിക്കറ്റ് ലഭിച്ചതിനെ തുടർന്ന് ശ്രീനഗറിൽ തങ്ങുകയായിരുന്നു. തലനാരിഴയ്ക്കാണ് തങ്ങൾ രക്ഷപ്പെട്ടതെന്ന് കുടുംബം പറയുന്നു. ഇപ്പോൾ സുരക്ഷിതരാണെന്നും മറ്റു പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല എന്നും ഇവർ വ്യക്തമാക്കി. 5 ദിവസത്തേക്കാണ് വിനോദസഞ്ചാരത്തിനായി 12 അംഗ സംഘം അടങ്ങിയ കുടുംബം കാശ്മീരിലെത്തിയത്. ഈ വിവരം അറിഞ്ഞതോടെ കെ രാധാകൃഷ്ണൻ MP, UR പ്രദീപ് MLAയും ഇവരെ ഫോണിൽ ബന്ധപ്പെടുകയും സംസാരിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വടക്കാഞ്ചേരി തെക്കുംകര മലാക്കയിൽ അനധികൃത മണ്ണ് ഖനനം നടത്തുകയായിരുന്ന വാഹനങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. വടക്കാഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർക്ക് കിട്ടിയ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് വാഹനങ്ങൾ പിടിച്ചെടുത്തത്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കുന്നിടിച്ച് മണ്ണ് കടത്തുകയായിരുന്ന 3 ടിപ്പർ ലോറികളും മണ്ണ് ഇടിച്ചു കടത്താൻ ഉപയോഗിച്ച JCBയുമാണ് പോലീസ് പിടിച്ചെടുത്തത്. തെക്കുംകര പഞ്ചായത്തിലെ മാലാക്ക വീരോലി പാടം റോഡിൽ നിന്ന് 400 മീറ്ററോളം മാറിയുള്ള സ്ഥലത്താണ് മണ്ണ് ഖനനം നടത്തിയിരുന്നത്. കുന്നിടിച്ച് സമീപത്തെ മറ്റൊരു പുരയിടത്തിൽ നികത്തുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. വടക്കാഞ്ചേരി SI ഹുസൈനാറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് വാഹനങ്ങൾ പിടിച്ചെടുത്തത്. പിടിച്ചെടുത്ത വാഹനങ്ങൾ വടക്കാഞ്ചേരി സ്റ്റേഷനിൽ എത്തിച്ചു. തുടർ നടപടികൾക്കായി ജിയോളജി വകുപ്പിന് കൈമാറും. അന്വേഷണ സംഘത്തിൽ സിവിൽ പോലീസ് ഓഫീസർമാരായ സഗുണൻ, അനുരാജ്, ഷാരോൺ എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാണിയംകുളം പഞ്ചായത്തിലെ അംഗൻവാടി വർക്കർ ഹെൽപ്പർ നിയമനത്തിൽ വൻ അഴിമതിയെന്ന് BJP. അഴിമതി സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം വേണമെന്ന് BJP ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് R. രഞ്ജിത്ത് ആവശ്യപ്പെട്ടു. BJPയുടേത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള ശ്രമമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരൻ പ്രതികരിച്ചു. വാണിയംകുളം പഞ്ചായത്തിലെ അംഗൻവാടി വർക്കർമാരുടെ ഇൻ്റർവ്യൂവിൽ 421 പേർ പങ്കെടുത്തതായി BJP നേതാക്കൾ ചൂണ്ടിക്കാട്ടി. പലരും അംഗൻവാടി വർക്കർ എന്ന നിലയിൽ മുൻപരിചയമുള്ളവരും മാനദണ്ഡങ്ങൾ അനുസരിച്ച് അർഹതയുള്ളവരുമാണ്. എന്നാൽ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി CPM സ്വജനപക്ഷപാതവും രാഷ്ട്രീയവൽക്കരണവും നടത്തിയാണ് ആ ലിസ്റ്റ് തയ്യാറാക്കിയത്. പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും പാർട്ടിക്കാർക്കും വേണ്ടിയാണ് അംഗൻവാടി വർക്കർ ഇൻ്റർവ്യൂ നടത്തിയതെന്ന് BJP ആരോപിച്ചു. ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത ഉദ്യോഗാർത്ഥികളെ CPMും പഞ്ചായത്ത് ഭരണപക്ഷവും വഞ്ചിച്ചു.
ഇതിനെതിരെ BJP മെമ്പർമാർ CDPOയ്ക്ക് പരാതി നൽകിയിരുന്നു. ബോർഡ് യോഗത്തിൽ പരാതിയും വിയോജനക്കുറിപ്പും നൽകുകയുണ്ടായി. എന്നാൽ ധാർഷ്ട്യത്തോടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ബന്ധുക്കളെയും കുടുംബാംഗങ്ങളെയും ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് BJP നേതാക്കൾ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ മാസം BJP വാണയംകുളം പഞ്ചായത്ത് ഘടകത്തിന്റെ നേതൃത്വത്തിൽ ഇന്റർവ്യൂവിൽ പങ്കെടുത്ത ഉദ്യോഗാർത്ഥികളെ അണിനിരത്തി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തിയിരുന്നു. ജില്ലാ കളക്ടർക്കും കേരള ഗവർണർക്കും പരാതി നൽകുകയും ചെയ്തു. ഇതുവരെ നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിൽ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട വിജിലൻസിനും ഉന്നത അധികാരികൾക്കും പരാതി നൽകും. നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്ന് BJP ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് R. രഞ്ജിത്ത് വ്യക്തമാക്കി. നിലവിൽ ഈ സമയം വരെ ആ വിഷയത്തിൽ കാര്യമായിട്ടുള്ള മേൽ നടപടികളൊന്നും കൈക്കൊള്ളാൻ ഉന്നതാധികാര സമിതിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ഒരു നിയമനം വരണമെങ്കിൽ അംഗനവാടി വർക്കർ ആവുവാനോ ഹെൽപ്പർ ആവുവാനോ CPMന്റെ പഞ്ചായത്ത് ഭരിക്കുന്ന ആളുടെ ബന്ധു ആകണമെന്നോ CPMന്റെ LC സെക്രട്ടറിയുടെയോ വാർഡ് തലത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ലോക്കൽ ബ്രാഞ്ച് സെക്രട്ടറിമാരുടെ ബന്ധുവോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചുമതലകൾ വഹിക്കുന്നവരോ ആകണം എന്നുള്ള ഒരു ദുരവസ്ഥയിലേക്കാണ് നിലവിൽ ഇവിടെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ബന്ധുക്കൾ 3-4 പേരാണ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സ്വന്തം വാർഡിലുള്ള ആളുകൾ അവരാണ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്ന ആളുകൾ. BJP വാണയംകുളം പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ AP പ്രസാദ്, മണ്ഡലം ജനറൽ സെക്രട്ടറി P. ജയരാജ്, ജില്ലാ കമ്മിറ്റി അംഗം K. ഗോപിനാഥ്, മണ്ഡലം സെക്രട്ടറി P. ബിജു തുടങ്ങിയവർ പങ്കെടുത്തു. അതേസമയം BJP തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്നും വർക്കർ നിയമനവുമായി ബന്ധപ്പെട്ട പഞ്ചായത്തിന് യാതൊരുവിധ റോളുമില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരൻ പ്രതികരിച്ചു. പഞ്ചായത്തിൽ ഹെൽപ്പർ നിയമനമല്ല നടന്നത്, പഞ്ചായത്തിൽ നടന്നത് വർക്കർ നിയമനം. BJPയുടെ ആരോപണങ്ങൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ്. അവരത് വെച്ച് വെറുതെ രാജ്യത്തെ ജനങ്ങളുടെ ഇടയിൽ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്തിനെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കണ്ടുകൊണ്ടുള്ള ചില തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വനമേഖലയിൽ മാത്രം കണ്ടിരുന്ന കാട്ടുപന്നിയുടെ സാന്നിധ്യം നഗരങ്ങളിൽ വരെ എത്തിയത് ഗൗരവമായി കാണണമെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി. പാലക്കാട് ജില്ലയിലെ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ നിയന്ത്രണ സമിതി അവലോകന യോഗത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു മന്ത്രി. ഒരു പ്രദേശത്ത് വന്യമൃഗങ്ങൾ എത്രയുണ്ടെന്ന് സർവേ നടത്തി കണ്ടെത്തുകയും കൂടുതലുള്ളവയെ ഒഴിവാക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. അക്കേഷ്യ യൂക്കാലി മരങ്ങൾ എത്രയുണ്ടെന്നും വേനൽക്കാലത്ത് തീപിടുത്തമുണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ എത്രയുണ്ടെന്നും വേനലിൽ പുല്ല് മുളയ്ക്കുന്നതിനായി വെള്ളം സ്പ്രിങ്കിൾ ചെയ്യാനുള്ള സംവിധാനം എന്നിങ്ങനെ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് ഉദ്യോഗസ്ഥരോട് മന്ത്രി ചോദിച്ചറിഞ്ഞു. മയിൽ, കുരങ്ങൻ എന്നിവ ജനവാസ മേഖലയിൽ ശല്യമാകുന്നത് നിയന്ത്രിക്കാനാകണമെന്നും യോഗപ്രകാരം അക്രമകാരികളായ വന്യമൃഗങ്ങളെ ഒഴിവാക്കുന്നതിനായി സർക്കാരിലേക്ക് പ്രപ്പോസൽ അയക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ജില്ലാ കളക്ടർ G. പ്രിയങ്ക കമ്മിറ്റിയുടെ 12 അജണ്ട യോഗത്തിൽ അവതരിപ്പിച്ചു. എല്ലാ പഞ്ചായത്തുകളിലും ജനജാഗ്രതാ സമിതികൾ കൂടുതൽ കാര്യക്ഷമമാകണം. പഞ്ചായത്തുകളിൽ വാർഡ് തലത്തിൽ പ്രാഥമിക പ്രതികരണ സംഘം രൂപീകരിക്കണം. കാട്ടുപന്നിയെ നിയന്ത്രിക്കുന്നതിനായി എല്ലാ പഞ്ചായത്തുകളിലും കർഷകരുടെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും സഹകരണത്തോടെ നിയന്ത്രിത വധ നടപടികൾ സ്വീകരിക്കണം. പാമ്പുകടി മരണങ്ങൾ കൂടുതലുള്ള ജില്ലയായതിനാൽ സർപ്പ പദ്ധതിയിലേക്ക് കൂടുതൽ പേർക്ക് ട്രെയിനിങ് നൽകാൻ കഴിയണം. പാമ്പുകടിയേറ്റവർക്ക് ആൻറ്റിവനം ഉറപ്പാക്കാൻ ആരോഗ്യവകുപ്പ് ശ്രദ്ധിക്കണം. പാമ്പുകടിയേറ്റാൽ വീടുകളിൽ സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ ആശുപത്രികളിൽ അവരെ എത്തിക്കുന്നതിനും ശരിയായ ചികിത്സ ഉറപ്പാക്കുന്നതിനും പഞ്ചായത്തുകൾ മുൻകൈയെടുക്കണം. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ബൂട്ട്, ഗ്ലൗസ് തുടങ്ങിയ അവശ്യ സാധനങ്ങളും ഉപകരണങ്ങളുടെയും ലഭ്യത ഉറപ്പുവരുത്തണം. വന്യമൃഗശല്യം ഒഴിവാക്കുന്നതിനായി സോളാർ ഫെൻസിംഗ് ഏർപ്പെടുത്തുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകണം. വന്യമൃഗങ്ങൾക്ക് അവരുടെ ആഹാരവും വെള്ളവും വനത്തിൽ തന്നെ ലഭ്യമായാൽ നാട്ടിലേക്ക് ഇറങ്ങുന്നതിന് തടയിടാനാകും. ഫെൻസിംഗ് നിർമ്മാണത്തോടൊപ്പം അതിൻ്റെ പരിപാലനം വളരെ പ്രാധാന്യമേറിയതാണ്. IIT പാലക്കാടുമായി സഹകരിച്ച് കൂടുതൽ നൂതന പദ്ധതികൾ ആവിഷ്കരിച്ചു വരികയാണെന്നും അജണ്ട അവതരിപ്പിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ, ഡെപ്യൂട്ടി കളക്ടർ ആൽഫ, പാലക്കാട് DFO ജോസഫ് തോമസ്, മന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് വിജയൻ, നഗരസഭാ ചെയർമാൻമാർ
ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാരകായുധങ്ങളുമായി യുവാവിനെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുരുവായൂർ നെന്മിനി കരുവാൻപടിയിൽ വാടക വീട്ടിൽ താമസിക്കുന്ന കോലോത്തുംപറമ്പ് വീട്ടിൽ 33 വയസ്സുള്ള ഷഫീഖാണ് പിടിയിലായത്. 5 കത്തികളും കൈമഴവും ഇടിക്കട്ടയും ഷഫീഖിന്റെ കയ്യിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. ഗുരുവായൂർ ഇൻസ്പെക്ടർ SHO പ്രേമാനന്ദകൃഷ്ണനും സംഘവുമാണ് രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇയാളെ പിടികൂടിയത്. ഗുരുവായൂർ നെന്മിനി കരുവാൻപടിയിൽ വാടക വീട്ടിൽ താമസിച്ചു വരികയാണ് ഷഫീഖ്. സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ കിഷോർ, ബിനുമോൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ സന്തീഷ് കുമാർ, സിദ്ദിഖ് എന്നിവരും പോലീസ് സംഘത്തിലുണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. MP കെ രാധാകൃഷ്ണനെതിരെ സമൂഹമാധ്യമത്തിൽ ജാതി അധിക്ഷേപ കമന്റിട്ട ആളെ റിമാൻഡ് ചെയ്തു. മായന്നൂർ സ്വദേശി വിപിനെയാണ് റിമാൻഡ് ചെയ്തത്. പ്രാദേശിക ചാനൽ സംപ്രേഷണം ചെയ്ത വാർത്തയുടെ യൂട്യൂബ് കമന്റ് ബോക്സിലാണ് ഇയാൾ ജാതി അധിക്ഷേപം നടത്തിയത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ജൂൺ 9 ചേലക്കരയിലെ പ്രാദേശിക ചാനൽ പുറത്തുവിട്ട കെ രാധാകൃഷ്ണന്റെ നന്ദി എന്ന തലക്കെട്ടോടെയുള്ള വാർത്തയിലാണ് വിപിൻ മായന്നൂർ 5049 എന്ന ഐഡിയിൽ നിന്നും ഇയാൾ കമന്റിട്ടത്. സംഭവത്തിൽ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് B തങ്കപ്പൻ പഴയന്നൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഇതേ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തിയ കേസിലാണ് ഇയാളെ ഇപ്പോൾ കോടതി റിമാൻഡ് ചെയ്തത്. UAE-യിൽ ഇരിക്കെയാണ് പ്രതി യൂട്യൂബിൽ ജാതി അധിക്ഷേപം നടത്തിയത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ പ്രതിയെ പോലീസ് പിടികൂടി. അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ദേശീയ പണിമുടക്കിൻ്റെ ഭാഗമായി പാലക്കാട്ട് സംയുക്ത ട്രേഡ് യൂണിയൻ ജില്ലാ കൺവെൻഷൻ. മെയ് 20-നാണ് ദേശീയ പണിമുടക്ക്. പാലക്കാട് KG ബോസ് ഭവനിൽ ചേർന്ന കൺവെൻഷൻ CITU സംസ്ഥാന സെക്രട്ടറി M ഹംസ ഉദ്ഘാടനം ചെയ്തു. മെയ് 20-ന് സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ രാജ്യവ്യാപകമായി ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്കിന്റെ ഭാഗമായാണ് പാലക്കാട് KG ബോസ് ഭവനിൽ ജില്ലാ കൺവെൻഷൻ വിളിച്ചു ചേർത്തത്. CITU സംസ്ഥാന സെക്രട്ടറി M ഹംസ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഇന്ത്യയിലെ തൊഴിലാളി വർഗം കർഷക ജനസാമാന്യവുമായി ചേർന്നുകൊണ്ട് ഭരണകൂടത്തിനെതിരായിട്ടുള്ള വർഗസമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ആ വർഗസമരം കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി, കൂടുതൽ ശക്തമായി, കൂടുതൽ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള ഒരു ചരിത്ര സംഭവമായി മെയ് മാസം 20-ന്റെ പണിമുടക്ക് മാറും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. AITUC ജില്ലാ സെക്രട്ടറി NG മുരളീധരൻ നായർ അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ പ്രസിഡന്റ് PN മോഹനൻ സമരപരിപാടികൾ വിശദീകരിച്ചു. TK നൌഷാദ് CITU, KC ജയപാലൻ AITUC, M രാമചന്ദ്രൻ HMS, PT ഉണ്ണികൃഷ്ണൻ NLC, സുബ്രഹ്മണ്യൻ V TUCI, മോഹൻ കാട്ടാശ്ശേരി TUCC തുടങ്ങിയവർ സംസാരിച്ചു. CITU സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ SB രാജു സ്വാഗതവും C അംബിക നന്ദിയും പറഞ്ഞു. ദേശീയ പണിമുടക്കും അനുബന്ധ പരിപാടികളും വിജയിപ്പിക്കാൻ ജില്ലയിലെ എല്ലാ തൊഴിലാളികളും രംഗത്തിറങ്ങണമെന്ന് കൺവെൻഷൻ ആഹ്വാനം ചെയ്തു. 4 ലേബർ കോഡുകൾ ഉടൻ പിൻവലിക്കുക, അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ, കരാർ തൊഴിലാളികൾ, സ്കീം തൊഴിലാളികൾ എന്നിവരുൾപ്പെടെ എല്ലാ തൊഴിലാളികൾക്കും ദേശീയ മിനിമം വേതനം പ്രതിമാസം 26,000 രൂപയായി പ്രഖ്യാപിക്കുക, ഔട്ട്സോഴ്സ്, ഫിക്സഡ് ടേം തൊഴിൽ, അപ്രന്റീസുകൾ, ട്രെയിനികൾ തുടങ്ങി പല പേരുകളിൽ തൊഴിലിനെ താൽക്കാലികവൽക്കരിക്കുന്ന സമ്പ്രദായം നിർത്തലാക്കുക, കരാർ തൊഴിലാളികൾക്ക് തുല്യ ജോലിക്ക് തുല്യ വേതനം ഉടൻ നടപ്പിലാക്കുക തുടങ്ങി 17 ആവശ്യങ്ങളാണ് പണിമുടക്കിനാധാരമായി സംയുക്ത ട്രേഡ് യൂണിയൻ ഉന്നയിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നിർമ്മാണ മേഖലയിലെ തൊഴിൽ സംരക്ഷിക്കണമെന്ന് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITU ഒറ്റപ്പാലം ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. കണിയമ്പുറം പിഷാരഡീസ് ഓഡിറ്റോറിയത്തിൽ ആനത്തലവട്ടം ആനന്ദൻ നഗറിൽ നടന്ന സമ്മേളനം യൂണിയൻ ജില്ലാ പ്രസിഡന്റ് TK അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. വരും നാളുകളിൽ നിർമ്മാണ തൊഴിലാളികളും സമൂഹവും നേരിടുന്ന പ്രതിസന്ധികളും ഭീഷണികളും ചെറുത്തു പരാജയപ്പെടുത്താൻ ഉതകുന്ന ലക്ഷണമൊത്ത ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമായി നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITUവിനെ മാറ്റിയെടുക്കുക എന്നതാണ് സമ്മേളനങ്ങളിൽ നാം ലക്ഷ്യമിടുന്നത്. യൂണിയൻ ഏരിയ പ്രസിഡന്റ് S കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു.
പി സുരേന്ദ്രൻ രക്തസാക്ഷി പ്രമേയവും KP മണികണ്ഠൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. CITU ഒറ്റപ്പാലം ഡിവിഷൻ സെക്രട്ടറി K ഭാസ്കരൻ, NP വിനയകുമാർ, KR വിജയൻ, VM സുശീല എന്നിവർ പ്രസംഗിച്ചു. നിർമ്മാണ മേഖലയിലെ തൊഴിൽ സംരക്ഷിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മദ്രസകൾ ധാർമ്മികതയുടെയും മൂല്യബോധത്തിൻ്റെയും പ്രഭവ കേന്ദ്രമാകണമെന്ന് സുന്നി മാനേജ്മെൻറ്റ് അസോസിയേഷൻ ജില്ലാ മാനേജ്മെൻറ്റ് കോൺഫറൻസ്. മദ്രസ പ്രസ്ഥാനവും മൂല്യബോധവും എന്ന വിഷയത്തിലാണ് SMA പാലക്കാട് മാനേജ്മെൻറ്റ് കോൺഫറൻസ് സംഘടിപ്പിച്ചത്. മുസ്ലിം സമൂഹത്തിനും കേരളത്തിനാകെയും വലിയ സംഭാവനകളാണ് മദ്രസകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മതങ്ങൾക്കും മൂല്യമുണ്ടെന്നതാണ് മദ്രസയിലൂടെ പഠിപ്പിക്കുന്നത്. മദ്രസ പഠനങ്ങളെ മറ്റൊരു കണ്ണിലൂടെ നോക്കുന്ന ചെറിയ വിഭാഗമുണ്ടെന്നത് സത്യമാണ്. മതങ്ങൾക്കെതിരെയും വിഭിന്ന സംസ്കാരങ്ങൾക്കും ആചാരങ്ങൾക്കും നേരെയുമുള്ള അസഹിഷ്ണുത ആപത്താണെന്ന തിരിച്ചറിവും മദ്രസകൾ നൽകുന്നുണ്ട്. ഓരോ സ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും കോൺഫറൻസ് വ്യക്തമാക്കി. ദീർഘകാലം മദ്രസ കമ്മിറ്റികളിൽ അംഗമായി സേവനമനുഷ്ഠിച്ചവരെ കോൺഫറൻസ് അനുമോദിച്ചു. MP അബ്ദുറഹ്മാൻ ഫൈസി മാരായമംഗലം കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തു. ആ ക്യാമ്പസിൽ എത്തിപ്പെട്ടതായിരിക്കുന്ന ഉയർന്നവർക്കും മിതവാദികൾക്കും കക്ഷികളുള്ളവർക്കും മതവിദ്യാഭ്യാസം അൽഹസനീയ വിദ്യാഭ്യാസം നൽകുന്നു. അൽഹസനി വിദ്യാഭ്യാസം നൽകി പുറത്തു വരുന്ന വിദ്യാർത്ഥികൾ നാളെയുടെ നായകന്മാരാകാൻ പ്രാപ്തരാണ്. അറബി, ഇംഗ്ലീഷ്, ഉറുദു, മലയാളം 4 ഭാഷയിലുമായിട്ടുള്ള പ്രാവീണ്യം നൽകാൻ വേണ്ടിയിട്ടാണ് അവർ പ്രാപ്തരായിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ ഏത് ഭാഗത്തും, ഭാരതത്തിൻ്റെ ഏത് ഭാഗത്തും മാത്രമല്ല, ലോകത്തിൻ്റെ ഏത് ഭാഗത്തും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് പ്രബോധനം നടത്താനും പ്രചരിപ്പിക്കാനും KP മുഹമ്മദ് മുസ്ലിയാർ കൊമ്പം അധ്യക്ഷത വഹിച്ചു. KV സിദ്ദിഖ് ഫൈസി, ഡോക്ടർ മുഹമ്മദ് കുഞ്ഞു സഖാഫി കൊല്ലം, ബദ്രു സാദത്ത് ഇബ്രാഹിം ഖലീൽ ബുഖാരി, അലിയാർ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പഠന കാലയളവിൽ വരുമാനം നേടുന്ന നിലയിലുള്ള സ്വയം പര്യാപ്തമായ തലമുറയെ വാർത്തെടുക്കാൻ സമൂഹത്തിന് സാധിക്കണമെന്ന് നിയമസഭാ സ്പീക്കർ N ഷംസീർ. സംസ്ഥാന സർക്കാർ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച മലമ്പുഴ ഗവൺമെൻറ് ITIയിലെ കെട്ടിടത്തിൻ്റെയും വ്യവസായ വകുപ്പ് RI സെൻറ്ററിനായി നിർമ്മിച്ച കെട്ടിടത്തിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. വിദ്യാർത്ഥികൾ തൊഴിൽ അന്വേഷകരായി മാറാതെ തൊഴിൽ ദാതാക്കളായി മാറാൻ പരിശ്രമിക്കണമെന്നും അതിനുവേണ്ടി പരിശീലനം നൽകാൻ അധ്യാപകർ മുൻകൈയെടുക്കണമെന്നും വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാനം വലിയ രീതിയിലുള്ള നേട്ടമാണ് കൈവരിച്ചിട്ടുള്ളതെന്നും സ്പീക്കർ പറഞ്ഞു. നിങ്ങൾ കേവലം തൊഴിൽ അന്വേഷകരായി മാറാതെ, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, തൊഴിൽ അന്വേഷകരായി മാറാതെ തൊഴിൽ ദാതാവായി മാറണം. ആൻട്രപ്രണർഷിപ്പ്. ആ ആൻട്രപ്രണർഷിപ്പിലേക്ക് കുട്ടികളെ പ്രൊമോട്ട് ചെയ്യാൻ, അവരെ ആ രീതിയിലേക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ ഇവിടുത്തെ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് മേധാവികളും ടീച്ചേഴ്സും തയ്യാറാവണം. പലപ്പോഴും നമ്മുടെ കുട്ടികൾ എന്താ ആഗ്രഹിക്കുക? അതെങ്ങനെയെങ്കിലും പഠിച്ച് പുറത്തിറങ്ങിയൊരു ജോലി, അതാണ് ആഗ്രഹിക്കുന്നത്. അത് വളരെ ചുരുങ്ങിയ ചിന്തയാണ്. നിങ്ങൾ വിശാലമായി ചിന്തിക്കുക. എന്തുകൊണ്ട് നിങ്ങൾക്ക് തൊഴിൽ കൊടുത്തുകൂടാ? എന്തിന് നിങ്ങൾ വെറുതെ ഇങ്ങനെ ആളൊപ്പം പോയി ഒരു ക്യൂ നിന്ന് ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കേണ്ട കാര്യം? നിങ്ങളുടെ കയ്യിൽ ഒരു തൊഴിലുണ്ട്. ഈ തൊഴിൽ വെച്ച് നിങ്ങൾക്ക് സംരംഭം തുടങ്ങിക്കൂടെ? ചടങ്ങിൽ അധ്യക്ഷനായ പൊതുവിദ്യാഭ്യാസ തൊഴിൽ നൈപുണ്യ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി ഓൺലൈനായി പങ്കെടുത്തു. മലമ്പുഴ MLA A പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ മുഖ്യാതിഥിയായിരുന്നു. KASC ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ PV വിനോദ്, PWD ബിൽഡിംഗ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റെക്സ് ഫെലിക്സ് എന്നിവർ റിപ്പോർട്ട് അവതരണം നടത്തി. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പറളിയിലെ ഓട്ടോ ഡ്രൈവർമാരുടെ ഔഷധ സംഭാര വിതരണം ഏറെ പ്രശംസ പിടിച്ചുപറ്റുന്നു. പറളി ചന്തപുര സ്റ്റാൻഡിലെ ഒട്ടേറെ ഡ്രൈവർമാരാണ് ദിവസവും നൂറുകണക്കിന് ആളുകളുടെ ദാഹമകറ്റുന്നത്. വെട്ടം പുലർന്നാൽ ഇരുട്ട് പരക്കും വരെയും വണ്ടിയുടെ വളയം പിടിച്ച് തനിക്കും കുടുംബത്തിനും അതാത് ദിവസത്തേക്കുള്ള അന്നം കണ്ടെത്തുവാൻ പെടാപ്പാടുപെടുമ്പോഴും സഹജീവികളുടെ പ്രശ്നപരിഹാരത്തിന് സമയം കണ്ടെത്തിയ പറളി ചന്തപുര സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവർമാരുടെ പ്രവൃത്തിക്ക് പരക്കെ അംഗീകാരം. വിഷുത്സവത്തിന് ശേഷം ചൂട് കത്തിക്കയറാൻ തുടങ്ങിയതോടെ പറളയിൽ പലവിധ ആവശ്യങ്ങൾക്കായി എത്താറുള്ള നൂറുകണക്കിന് യാത്രക്കാർക്ക് തൊണ്ട വരളതയും ദാഹമകറ്റുവാനുമായി ഓട്ടോ ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ ഔഷധ സംഭാരണ വിതരണമാണ് യാത്രക്കാർക്ക് ഏറെ ആശ്വാസം പകരുന്നത്. തൈര്, ഇഞ്ചി, കരിവേപ്പില, പച്ചമുളക്, നെല്ലിക്ക തുടങ്ങിയ ഔഷധക്കൂട്ടുകളാണ് സംഭാരം തയ്യാറാക്കുന്നത്. പറളി ചന്തപുര ഓട്ടോ സ്റ്റാൻഡിലെ
ഡ്രൈവർമാരുടെ ഈ പുണ്യപ്രവൃത്തിക്ക് എല്ലാവരും സഹായിക്കുന്നുണ്ടെന്നും ദിനംപ്രതി 600 രൂപ ചെലവ് വരുന്നുണ്ടെന്നും പറഞ്ഞു. നൂറുകണക്കിന് യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും ആശ്വാസകരമായ സംഭാരം എല്ലാ ദിവസവും രാവിലെ 8 മണി മുതൽ വിതരണം തുടങ്ങുമെന്നും ഡ്രൈവർമാർ പറഞ്ഞു. നമ്മളിവിടെ കുടിവെള്ളവും അതുപോലെ തന്നെ സൗജന്യ സംഭാര വിതരണവും ചെയ്യാറുണ്ട്. പല ആളുകളും അതിനോട് സഹകരിക്കുന്നുണ്ട്, സംഭാവനകളൊക്കെ തരുന്നുണ്ട്. ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സിൻ്റെ നേതൃത്വത്തിലാണ് നമ്മൾ ഈ സംഭാര വിതരണം ചെയ്യുന്നത്. പറളി ചന്തപുര ഓട്ടോ ഡ്രൈവേഴ്സിൻ്റെ നേതൃത്വത്തിൽ മറ്റുള്ള എല്ലാവരുടെയും സഹകരണത്തോടെയാണ് നമ്മൾ ഈ സംഭാര വിതരണം ചെയ്യുന്നത്. 4-5 വർഷമായിട്ട് നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർ സംഭാവന തരാറുണ്ട്. ഓരോ ദിവസത്തേക്ക് എന്ന് എൻ്റെ വതാന്ന് പറഞ്ഞിട്ട് തരും. 600 രൂപ, 16 പാക്കറ്റ് തൈര്, പിന്നെ അതിൻ്റെ മല്ലി, മുളക്, അതുപോലെ മല്ലിയില, എല്ലാ സാധനങ്ങളും, ഇഞ്ചി ഒക്കെ മേടിച്ച് ഞങ്ങളെല്ലാം കൂടെ മിക്സി വാങ്ങിയിട്ട് അതിൽ മിക്സിയിലിട്ട് അടിച്ച് എല്ലാം കലക്കി, നല്ല ഫിൽറ്റർ വാട്ടറാണ്, അതിലെല്ലാം മിക്സ് ചെയ്ത് എല്ലാവർക്കും ഞങ്ങൾ സപ്ലൈ ചെയ്യും. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ലഹരിക്കെതിരെ ഫുട്ബോൾ പരിശീലനവുമായി വേങ്ങശ്ശേരി NSS ഹൈസ്കൂൾ. ഫുട്ബോളാണ് ലഹരി എന്ന മുദ്രാവാക്യമുയർത്തിയാണ് വിദ്യാലയത്തിൽ ഫുട്ബോൾ പരിശീലനം ആരംഭിച്ചത്. കൗമാരത്തെ ലഹരിയിൽ നിന്നകറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് വേങ്ങശ്ശേരി NSS ഹൈസ്കൂളിൽ ഫുട്ബോൾ പരിശീലന പരിപാടിക്ക് തുടക്കം കുറിച്ചത്. ഫുട്ബോളാണ് ലഹരി എന്ന സന്ദേശമുയർത്തിയാണ് പരിശീലനം. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗം M സനീഷ് ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഹെഡ് മാസ്റ്റർ M ശശികുമാർ, M രാധാകൃഷ്ണൻ, B ധരേഷ്, V വിദ്യ എന്നിവർ സംസാരിച്ചു. ഒറ്റപ്പാലം BRCയിലെ കായികാധ്യാപകൻ M രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് പരിശീലനം. രാവിലെ 7 മണി മുതൽ 8:30 വരെയാണ് ഫുട്ബോൾ പരിശീലനം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. അമ്പലപ്പാറ കടമ്പൂരിൽ നീന്തൽ പരിശീലനത്തിനായി യുവരശ്മി ക്ലബ്ബ് കുളം സജ്ജമാക്കി. കടമ്പൂരിലെ ചാക്കോട്ട് കുളമാണ് ക്ലബ്ബ് പ്രവർത്തകർ നീന്തൽ പരിശീലനത്തിന് സജ്ജമാക്കിയത്. കടമ്പൂർ യുവരശ്മി ക്ലബിൻ്റെയും വായനശാലയുടെയും നേതൃത്വത്തിൽ നാട്ടുകാരുടെ സഹകരണത്തോടെയാണ് ചാക്കോട്ട് കുളത്തിൽ നീന്തൽ പഠിക്കുന്നതിന് സൗകര്യമൊരുക്കിയത്. കഴിഞ്ഞ വർഷം ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ച കുളത്തിൽ നീന്തൽ പരിശീലനത്തിനാവശ്യമായ ഭാഗത്തെ ചണ്ടി മാറ്റി ബാരിക്കേഡ് കെട്ടി. വൃത്തിയാക്കിയ ഭാഗത്ത് വീണ്ടും ചണ്ടി വരാതിരിക്കാൻ ബാരിക്കേഡിനൊപ്പം കുളത്തിന്റെ അടിഭാഗം വരെ നെറ്റ് കെട്ടിയാണ് നീന്തൽക്കുളം സജ്ജമാക്കിയിരിക്കുന്നത്. കടമ്പൂരിൽ നീന്തൽ പഠിക്കുന്നതിന് ബാരിക്കേഡ് കെട്ടി സുരക്ഷിതമാക്കിയ കുളം ഇല്ലാത്തതിനാൽ ഈ മാസം ആദ്യം പാലക്കാട് ഡിസ്ട്രിക്ട് സ്പോർട്സ് കൗൺസിലിന്റെ സഹകരണത്തോടെ 30 കുട്ടികൾക്കായി സംഘടിപ്പിച്ച നീന്തൽ പരിശീലനം കടമ്പഴിപ്പുറം കൊല്ലിയാനിയിലെ കുളത്തിലാണ് നടത്തിയിരുന്നത്. അമ്പലപ്പാറ പഞ്ചായത്തിലെ ഒട്ടനവധി കുട്ടികൾക്ക് നീന്തൽ പഠിക്കാൻ ഒരു വേദി ഒരുക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കടമ്പൂരിൽ ഈ സൗകര്യമൊരുക്കിയത്. ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീത മോഹൻദാസ്, വാർഡ് മെമ്പർ A വിജിത എന്നിവരുടെ സാന്നിധ്യവും പിന്തുണയും കൂടി ലഭിച്ചതോടെ നീന്തൽക്കുളം ഒരുക്കൽ ഭംഗിയായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. പ്രവർത്തനത്തിന് ക്ലബ്ബ് സെക്രട്ടറി A ഹരിദാസ്, പ്രസിഡന്റ് A സുധീർ, യൂത്ത് ക്ലബ്ബ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. എന്തായാലും നമ്മളെ കുട്ടികളെ ഇവിടെ കടമ്പൂരുള്ള ഒരുവിധം കുട്ടികളെയൊക്കെ കൊണ്ടുപോയിട്ട് ശ്രീകൃഷ്ണപുരത്ത് വെച്ചിട്ട് അവരൊരു നീന്തൽ പരിശീലനം സംഘടിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ആ കുട്ടികൾക്ക് പരിശീലനം കിട്ടി വന്ന കുട്ടികളാണ്. അവർക്ക് തുടർ പരിശീലനത്തിന് വേണ്ടിയിട്ട് നമ്മളെ ചാക്കോട്ടുകുളം അവർക്ക് നീന്തലിന് വേണ്ടിയിട്ട് റെഡിയാക്കാൻ വേണ്ടിയുള്ള സംവിധാനം അവർ ചെയ്യുകയാണ്. അതിനുവേണ്ടി അവരത് വൃത്തിയാക്കാനും കൂടിയുള്ള ഒരു ഇടപെടൽ നടത്തുകയാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പത്തിരിപ്പാല SVB ചിത്രകലാലയത്തിൽ 7 നാൾ നീണ്ടുനിന്ന ചിത്രകലാ ക്യാമ്പ് സമാപിച്ചു. 5 വയസ്സ് മുതൽ 16 വയസ്സുവരെയുള്ള കുട്ടികൾക്കായാണ് സൗജന്യ ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. അർഹതപ്പെട്ട കുട്ടികളെ കണ്ടെത്തി ചിത്രകലാകാരന്മാരായി വാർത്തെടുക്കുകയാണ് ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിച്ചത്. പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് S അനിത ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ 7 ദിവസത്തെ നമ്മൾ ഈ ക്ലാസ്സിൽ പങ്കെടുത്തു. ഈ 7 ദിവസത്തെ ചിത്രരചനയിൽ നമ്മൾ അവസാനിപ്പിക്കുകയല്ല. തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും നമ്മൾ നമ്മുടെ വീട്ടുകാരുമായിക്കൊണ്ടും അതുപോലെ ഇതുപോലെയുള്ള നമ്മൾക്ക് ചെയ്യാൻ കഴിവുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഓരോ ആളുകൾക്കും ഓരോ തരത്തിലാണ് ലഹരി. അത് നല്ല വഴിക്കുള്ള ലഹരിയുമുണ്ട്, അതല്ലാത്ത രീതിയിലുള്ള ലഹരിയുമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ചെറിയ മക്കളാണ്. അപ്പോൾ നമ്മളെല്ലാവരും നല്ല രീതിയിലുള്ള
ലഹരി എന്നുള്ളത് നമുക്കിപ്പോൾ വായനയാവാം, ചിത്രം വരെയാവാം. ഓരോ കുട്ടികൾക്കും ഓരോ തരത്തിലുള്ള കഴിവുകളാണ്. സെക്രട്ടറി PR കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ PM രാമൻ എമ്പ്രാന്തിരി, ഉണ്ണികൃഷ്ണൻ, സിറ്റിസൺ യൂസഫ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ അധ്യാപകരായ രാമൻ എമ്പ്രാന്തിരി, ഉണ്ണികൃഷ്ണൻ എന്നിവരെ പഞ്ചായത്ത് പ്രസിഡന്റ് S അനിത ആദരിച്ചു. കലാകാരൻ ലക്കിടി സദീപ് രായിരത്ത് രചിച്ച പുസ്തകങ്ങളും വിദ്യാർത്ഥികൾക്ക് സമ്മാനമായി വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണൂർ കൈമകുന്നത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും 28 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച മേൽശാന്തി V രാമകൃഷ്ണൻ എമ്പ്രാന്തിരിക്ക് മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ആദരമൊരുക്കി. ഗ്രാമപഞ്ചായത്ത് അംഗം അൻവർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു. 1996 മുതൽ 2024 വരെ ക്ഷേത്രത്തിൽ സുത്യർഹമായ സേവനമനുഷ്ഠിച്ച അദ്ദേഹം വർഷങ്ങളോളം മേൽശാന്തിയായി സേവനം ചെയ്തു. ജനകീയ മുഖമായി മാനവ സൗഹാർദ്ദവും ബഹുസ്വരതയ്ക്കും ഊന്നൽ നൽകിക്കൊണ്ട് ജനങ്ങളോട് ഇടപഴകിയ വ്യക്തിയാണ് എന്ന് അൻവർ സാദിഖ് പറഞ്ഞു. എമ്പ്രാന്തിരിയെ പൊന്നാടയും ഉപഹാരം നൽകിയാണ് ആദരിച്ചത്. രാമകൃഷ്ണൻ എമ്പ്രാന്തിരി അവർ അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സൗമ്യമായി 28 വർഷം യാതൊരു വിവാദങ്ങളുമില്ലാതെ എല്ലാ ആളുകളോടും വളരെ ചിരിച്ചിടപഴകി മാനവ സൗഹാർദ്ദം കാത്തു സൂക്ഷിച്ച് ബഹുസ്വരതയുടെ ഈ കാലഘട്ടത്ത്, അത്യാവശ്യമായ ഈ കാലഘട്ടത്ത് ആളുകളോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ ഒരു നാട്ടിൽ ജീവിക്കണമെന്ന് നമുക്ക് കാണിച്ചു തന്ന ഒരു പ്രധാന വ്യക്തിത്വമാണ്. അദ്ദേഹത്തിനെ ആദരിക്കുക എന്നുള്ളത് വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. വാർഡംഗം P ഉറജില, KP മുനീർ, സാദിഖ് അലി, NS നൂരിഷ, R ശശിധരൻ, R ബേബി, ദേവു, P ശാന്തി, എമ്പ്രാന്തിരിയുടെ ഭാര്യ പ്രസന്ന എന്നിവരും പങ്കെടുത്തു. രാമകൃഷ്ണൻ എമ്പ്രാന്തിരി മറുപടി പ്രസംഗവും നടത്തി. എന്റെ വാർഡ് മെമ്പറും അയൽവാസിയായ സാദിഖിനോടും നന്ദി രേഖപ്പെടുത്തുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഇനി മാറ്റൊലി. നെല്ലെടുപ്പ് ആരംഭിക്കണമെങ്കിൽ പാടശേഖരങ്ങളിൽ 50% കൊയ്ത്ത് പൂർത്തിയാക്കണമെന്ന് വ്യവസ്ഥയുണ്ട്. 50% കൊയ്ത്ത് പൂർത്തിയാക്കി ആ വിവരം കൃഷിഭവൻ മുഖേന സപ്ലൈകോയെ അറിയിക്കുമ്പോഴാണ് നിലവിൽ നെല്ല് സംഭരണം ആരംഭിക്കുന്നത്. ഇത് നെല്ലെടുപ്പിലെ കാലതാമസത്തിന് കാരണമാകുന്നില്ലേ? മാറ്റൊലിക്ക് ലഭിച്ച പ്രതികരണങ്ങളിലേക്ക്. പ്രയാസമുണ്ടാക്കുന്ന തീരുമാനങ്ങളാണ് സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. 2 ഹെക്ടർ സ്ഥലമുള്ള കർഷകർക്ക് പകുതി കൊയ്തെടുത്താൽ മാത്രമേ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിക്കൂ എന്നുള്ളതാണ് പുതിയൊരു തീരുമാനമായി വന്നിട്ടുള്ളത്. അത് കർഷകരെ പ്രതികൂലമായി കാര്യമാണ്. കാരണം വ്യത്യസ്തങ്ങളായിട്ടുള്ള നെൽവിത്തുകളായിരിക്കും കൃഷി ഇറക്കിയിട്ടുണ്ടാകും, ചിലപ്പോൾ മൂപ്പായിട്ടുണ്ടാകും. അത്തരം സാഹചര്യങ്ങളിൽ കൊയ്തെടുക്കാൻ പ്രയാസമുണ്ടാകും. എന്നാൽ പകുതിയെങ്കിലും കൊയ്തെടുത്താൽ മാത്രമേ നെല്ലെടുക്കൂ എന്നുള്ളത് കർഷകരെ സംബന്ധിച്ച് പലവിധ പ്രതിസന്ധികളും നേരിട്ടുകൊണ്ടാണ് ഈ മേഖലയിൽ നിലനിൽക്കുന്നത്. ഉൽപ്പാദന ചെലവിനനുസരിച്ച് വിലയും അതിനാൽ ആദായം ലഭിക്കുന്നില്ല എന്നുള്ള ഒരു പ്രയാസം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കർഷകരെ കൂടുതൽ ദുരിതപൂർണമാക്കുന്ന, പ്രയാസകരമായി ബാധിക്കുന്ന തീരുമാനങ്ങളുമായി വരുന്ന ഇത്തരം തീരുമാനങ്ങൾ പിൻവലിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ തീരുമാനമാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. സർക്കാർ പുതിയ നിബന്ധനകൾ ഏർപ്പെടുത്തിയ കാര്യങ്ങൾ യാതൊരു കാരണവശാലും കർഷകർക്ക് ഉപകാരപ്രദമാവുകയില്ല എന്ന് മാത്രമല്ല വളരെ ദോഷം ചെയ്യുകയും ചെയ്യും. ഈ പ്രവണത പല വിധത്തിലും കർഷകരെ ബുദ്ധിമുട്ടിക്കുന്ന ഉത്തരവാണ് സർക്കാർ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഏത് മേഖലയിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. കർഷകർക്ക് കാലാവസ്ഥ അനുയോജ്യമായ മാത്രം വന്നാലേ വിള ഇറക്കാനും വിള കൊയ്തെടുക്കുവാനും സാധിക്കുകയുള്ളൂ. അതിനുള്ള ലാഭനഷ്ടങ്ങൾ കർഷകർ തന്നെ വഹിക്കണം. ചിലപ്പോൾ ഈ കർഷക മേഖലയിൽ ഇങ്ങനെ ഒരു പിടിവാശി കൊണ്ടുവരുന്നത് കർഷകർക്ക് ഗുണമല്ല. അത് പ്രതിഷേധാത്മകപരമായിട്ടുള്ള പ്രവൃത്തിയായിട്ടാണ് പൊതുജനങ്ങളായ ഞങ്ങൾ കാണുന്നത്. ഈ കാര്യത്തിൽ
സർക്കാർ ഈ പുതിയ സംവിധാനത്തോടുകൂടി അവസാനിപ്പിക്കണം, അത് പിൻവലിക്കണം. കർഷകരുടെ നെല്ല് കൊയ്തെടുത്ത് കഴിഞ്ഞ ഉടനെ സപ്ലൈകോ സംഭരിച്ച് കൃത്യമായ വില ഉടനടി നൽകണം. പ്രധാന വാർത്തകൾ വീണ്ടും. കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലക്കേസിലെ പ്രതി തൃശൂരിൽ നിന്ന് പിടിയിൽ. അസം സ്വദേശി അമിത് ഉറാങ്ങിനെ അന്വേഷണ സംഘം പിടികൂടിയത് മാള ആലത്തൂരിൽ നിന്നാണ്. പ്രതി പിടിയിലായത് മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ. കാശ്മീർ ഭീകരാക്രമണം, പാകിസ്ഥാനെതിരെ പ്രതിഷേധവുമായി BJP. പാലക്കാട്ട് പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ കോലവും പതാകയും കത്തിച്ചു. വാണിയംകുളം പഞ്ചായത്തിലെ അംഗൻവാടി വർക്കർ ഹെൽപ്പർ നിയമനത്തിൽ അഴിമതിയും സ്വജനപക്ഷപാതവും ആരോപിച്ച് BJP പ്രാദേശിക നേതൃത്വം. വിജിലൻസ് അന്വേഷണം വേണമെന്ന് ആവശ്യം. തോൽവികൾ നേരിടാനുള്ള കരുത്തും പുതുതലമുറയ്ക്ക് പകർന്നു നൽകണമെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ. പഠന കാലയളവിൽ വരുമാനം നേടുന്ന നിലയിലുള്ള സ്വയം പര്യാപ്തമായ തലമുറയെ വാർത്തെടുക്കാൻ സമൂഹത്തിന് കഴിയണം. പാലക്കാട് ജില്ലയിലെ വിവിധ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങൾ നാടിന് സമർപ്പിച്ചു. വന്യമൃഗങ്ങളുടെ സാന്നിധ്യം വലിയ നഗരങ്ങളിൽ വരെ എത്തിയത് ഗൗരവമായി കാണണമെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ ജില്ലാതല നിയന്ത്രണ സമിതി അവലോകന യോഗം പാലക്കാട്ട്. ജില്ലാ കളക്ടർ G പ്രിയങ്ക കമ്മിറ്റിയുടെ 12 അജണ്ട യോഗത്തിൽ അവതരിപ്പിച്ചു. എല്ലാ പഞ്ചായത്തുകളിലും ജനജാഗ്രതാ സമിതികൾ കൂടുതൽ കാര്യക്ഷമമാക്കണമെന്ന് പ്രധാന നിർദ്ദേശം. വടക്കാഞ്ചേരി തെക്കുംകര മലാക്കയിൽ അനധികൃത മണ്ണ് ഖനനത്തിലേർപ്പെട്ട വാഹനങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. വടക്കാഞ്ചേരി പോലീസ് പിടിച്ചെടുത്തത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കുന്നിടിച്ച് മണ്ണ് കടത്തുകയായിരുന്ന 3 ടിപ്പർ ലോറികളും JCBയും. മാരകായുധങ്ങളുമായി യുവാവ് ഗുരുവായൂർ പോലീസിന്റെ പിടിയിൽ. MP K രാധാകൃഷ്ണനെതിരെ സമൂഹമാധ്യമത്തിൽ ജാതി അധിക്ഷേപ പരാമർശം നടത്തിയ മായന്നൂർ സ്വദേശി റിമാൻഡിൽ. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി പാലക്കാട്ട് സംയുക്ത ട്രേഡ് യൂണിയൻ ജില്ലാ കൺവെൻഷൻ. പണിമുടക്ക് മെയ് 20-നാണ്. നിർമ്മാണ മേഖലയിലെ തൊഴിൽ സംരക്ഷിക്കണമെന്ന് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITU ഒറ്റപ്പാലം ഏരിയ കൺവെൻഷൻ. മദ്രസകൾ ധാർമ്മികതയുടെയും മൂല്യബോധത്തിന്റെയും പ്രഭവ കേന്ദ്രമാകണമെന്ന് സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ മാനേജ്മെന്റ് കോൺഫറൻസ്. കോൺഫറൻസ് സംഘടിപ്പിച്ചത് മദ്രസ പ്രസ്ഥാനവും മൂല്യബോധവും എന്ന വിഷയത്തിൽ. മദ്രസ പ്രവർത്തനങ്ങളിൽ 1/4 നൂറ്റാണ്ട് പിന്നിട്ടവർക്ക് കോൺഫറൻസിൽ ആദരം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.